മഴക്കാലം തുടങ്ങിയതോടെ മഴയുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള രോഗങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് പലയിടങ്ങളിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴികളിലും റോഡുകളിലും ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും ചാലുകൾ കടന്ന് നടന്നു പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്നത് മൂലം തന്നെ നമ്മുടെ കാലിൽ ഒരുതരം ഇറിറ്റേഷൻ ഉണ്ടായിട്ട് വളങ്കടി എന്ന് പൊതുവെ നമ്മൾ പറയുന്നത് അത്ലീറ്റ് ഫുട്ട് എന്ന് പറയപ്പെടുന്ന ഒരു രോഗം നമ്മളിൽ പലരിലും കണ്ടുവരാറുണ്ട്. അപ്പം എന്താണ് ഈ അത്ലീറ്റ്സ് ഫുട്ട് അല്ലെങ്കിൽ വളങ്കടി? അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ മഴവെള്ളത്തിൽ കൂടെ നടന്ന് കുറേ നേരം നമ്മുടെ കാല് നനഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് അത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഒരുതരം ഫംഗസ് ടീനിയ പീഡിസ് എന്ന് പറയും, ഇത്തരത്തിലുള്ള ഈ ഓർഗാനിസത്തിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് കാരണം ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഈ വളങ്കടി. എന്തൊക്കെയാണ് വളങ്കടിയുടെ ലക്ഷണങ്ങൾ? അമിതമായി ചൊറിച്ചിലുണ്ടാവുക, ആ ഭാഗത്ത് തൊലി പൊളിഞ്ഞു പോവുക, ഒരു തുടക്കത്തിൽ ഒരു ചുമന്ന നിറം വരികയായിരിക്കും ചെയ്യുക. എന്നിട്ട് കുരുത്ത് വന്നിട്ട് അതിൽ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടായി അതിൽ നിന്ന് വെള്ളം വരികയോ ചൊറിച്ചിലുണ്ടാവുകയോ അസഹ്യമായ വേദന ഉണ്ടാവുകയോ ഈ ഇൻഫെക്ഷൻ കുറേ അധികം കൂടിക്കഴിഞ്ഞാൽ കാൽപാദത്തിൽ നീര് കെട്ടുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിന് പല കാരണങ്ങൾ പറയാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ വെള്ളത്തിൽ പോവുക മാത്രമല്ല, ഇപ്പം സോക്സ് ഒക്കെ ധരിച്ചിട്ട് ഈ നനഞ്ഞ സോക്സ് ഇട്ടിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാലും പലപ്പോഴും ഈ അസുഖം ഉണ്ടായിരുന്നിരിക്കാം. കാല് വല്ലാണ്ട് വിയർക്കുന്ന ആൾക്കാർക്ക് ഇതുണ്ടായിരുന്നിരിക്കാം. ഇതൊരു തരം പകർച്ചവ്യാധി പോലെ തന്നെ പടരുകയും ചെയ്യും. ഇത് പകരുന്നത് നമ്മൾ ഒരാൾ ഉപയോഗിക്കുന്ന സോക്സോ അല്ലെങ്കിൽ ആ കോണ്ടാക്റ്റിൽ നിന്ന് അത് യൂസ് ചെയ്യണ ടവലോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാവുന്നതാണ്. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമൺ വാട്ടർ ബോഡി യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾക്കുണ്ടെങ്കിൽ അടുത്ത ആളിലേക്ക് ഇത് പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സിംറ്റംസ് പറഞ്ഞല്ലോ, ചൊറിച്ചിലും പ്രശ്നങ്ങളും മാത്രമല്ല, നടക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയും ഈ ഒരു ഇൻഫെക്ഷൻ അതായത് പകർച്ചവ്യാധിയായ ഒരു സംഭവം നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു മാനസിക പ്രയാസവും നമ്മളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് സാധാരണഗതിയിൽ തടയാൻ പറ്റുക എന്ന് നോക്കാം. അതായത് നമ്മൾ പുറത്ത് എവിടെന്നെങ്കിലും പോയിട്ട് വരുവാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പാദരക്ഷകൾ സാധാരണ ചെരുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അത് മാറ്റിയ ഉടനെ നമ്മുടെ കാല് നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. അകത്ത് വന്നു കഴിഞ്ഞ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. മഴക്കാലത്തിൽ നമ്മൾ വെള്ളത്തിനോട് പുറമേ ഉള്ള കെട്ടിക്കിടക്കുന്ന വെള്ളവുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെറു ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മുടെ കാല് നല്ല വൃത്തിയായി കഴുകി ഉണക്കിയിട്ട് ഏതെങ്കിലും ന്യൂട്രൽ ആയിട്ടുള്ള ഓയിൽസ്, അതിന് ഏറ്റവും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വാസ്ലിൻ പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും ന്യൂട്രൽ ബേസ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് ആ രീതിയിൽ കുറച്ച് ദിവസം നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഇൻഫെക്ഷൻ മാറാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. സാധാരണ സ്കിൻ ഇൻഫെക്ഷൻ ആണല്ലോ, ഇതിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ട് ഇത് നെയിൽസിലേക്ക്, നമ്മുടെ നഖങ്ങളിലേക്ക് പടരുകയും നഖത്തിൻ്റെ നെയിൽ ബെഡ് ഇൻഫെക്ഷൻസ് വരികയും വല്ലാത്തൊരു പെയിൻഫുൾ കണ്ടീഷനിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് പാളികളായിട്ട് ഫ്ലേക്സ് ആയിട്ട് പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് മാറിപ്പോയി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറിപ്പോയിട്ട് സ്ഥിരമായിട്ടൊരു വ്രണമായി മാറാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ അവരിൽ പലപ്പോഴും പെയിൻ സെൻസേഷൻ വലിയ കാര്യമായിട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ഇൻഫെക്ഷൻസ് വലിയ കോംപ്ലിക്കേഷൻസ്, അതായത് ചിലപ്പോൾ വിരൽ മുറിച്ച് കളയത്തക്ക വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാൻ നമ്മളിത് ആദ്യ സ്റ്റേജിൽ തന്നെ ഈ പറയുന്ന ജനറൽ മാനേജ്മെന്റ് മെഷേഴ്സും അല്ലെങ്കിൽ നമ്മളിപ്പം ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടർ, ഹോമിയോപ്പതി ഡോക്ടറാണ് ഞാൻ, അപ്പോൾ എനിക്ക് ഹോമിയോപ്പതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ സ്റ്റേജസിലും മരുന്നുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് സ്റ്റേജിങ് അനുസരിച്ച് മരുന്ന് കഴിച്ച് ഇത് മാറ്റേണ്ടതാണ്.